നമസ്കാരം. വൈദ്യുതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈദ്യുതിയുടെ ഇക്കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി സോളാർ പ്രോജക്റ്റിലേക്ക് ആവശ്യമായ EPC കോൺട്രാക്ടറിനെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും അവരുടെ പ്രപ്പോസലും അതുപോലെ തന്നെ അവരുടെ വാറന്റീസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സോളാർ ഇൻസ്റ്റാളേഷൻ സമയത്ത് പലരും വിട്ടുപോകുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്, റൂഫ് ടോപ്പിന്റെ സേഫ്റ്റി. ഒരു സോളാർ പാനൽ സിസ്റ്റത്തിന് നൽകുന്ന വാറന്റി എന്നത് 20 to 25 വർഷമാണ്. ഇൻസ്റ്റാളേഷൻ സമയത്ത് ഒരുപാട് ഡ്രില്ലിങ്സും കട്ടിങ്സും അതുപോലെ തന്നെ റൂഫിന് ഡാമേജ് ഉണ്ടാകുന്ന പല വർക്ക്സും ഇതിനോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, റൂഫിന്റെ കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് റൂഫിന്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിന്റെ കാലപ്പഴക്കവും ഇൻസ്റ്റാളേഷന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പഴക്കം ഉള്ള കെട്ടിടമാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ സമയത്ത് റൂഫിലും സീലിംഗ്സിലും ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. 2, വാട്ടർ പ്രൂഫിംഗ്. കോൺക്രീറ്റ് ഡ്രിൽ ചെയ്താണ് സ്ട്രക്ചേഴ്സ് മൗണ്ട് ചെയ്യുന്നത്. ഈ ഹോൾസിലൊക്കെ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസ് കൊണ്ടാണോ ഫില്ല് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. റൂഫ് ടോപ്പ് ഫുള്ളായി വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അടുത്തത് ഇൻസ്റ്റാളേഷൻ പ്രോസസ് തന്നെയാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന EPC കോൺട്രാക്ടേഴ്സ് ആണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഓരോ റൂഫിനും അധികം ഡാമേജ് ആവാത്ത വിധം അതിൻ്റെതായ പ്രോപ്പർ മൗണ്ടിങ് ടെക്നിക്സ് ആയിരിക്കണം ഓരോ റൂഫിലും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും പ്രോപ്പർ ആണോ എന്ന് ശ്രദ്ധിക്കണം. അടുത്തത് മെയിൻ്റനൻസ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ സോളാറിന് മാത്രമല്ല മെയിൻ്റനൻസ് ഉള്ളത്, റൂഫ് ടോപ്പിനും മെയിൻ്റനൻസ് വേണം. അതായത് സ്ഥിരമായി റൂഫ് ടോപ്പ് ഇൻസ്പെക്ട് ചെയ്ത് എന്തെങ്കിലും വിള്ളൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത്. അതുപോലെ തന്നെ ഗട്ടർ മെയിൻ്റനൻസ്. മഴവെള്ളം പോകാനുള്ള ഗട്ടേഴ്സും പൈപ്സും എല്ലാം ക്ലിയർ ആയിരിക്കണം. വെള്ളം കെട്ടിയാൽ റൂഫിന് മാത്രമല്ല സോളാറിനും ഡാമേജ് വരാൻ സാധ്യതയുണ്ട്.